വെൽക്കം ടു ദ മ്യൂസ്. എല്ലാവർക്കും മ്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് കുന്തലത അവസാന ഭാഗം, അധ്യായം 20. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് യുദ്ധം ജയിച്ച് സകല രഹസ്യങ്ങളും ചുരുളഴിഞ്ഞ് എല്ലാവരും തമ്മിൽ സന്തോഷത്തോടെ കാര്യങ്ങൾ ഗ്രഹിക്കുന്നിടത്താണ്. അവസാനം തടവിലാക്കിയ കുന്തളേശനെ ആദരവോടെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കുകയും ആ രാജ്യവുമായുള്ള ബന്ധം വീണ്ടും ദൃഢപ്പെടുത്തുകയും ചെയ്യുന്നിടത്താണ്. ഇനി അവസാന ഭാഗം വായിക്കാം. അധ്യായം 20. കല്യാണം. കുന്തലതയും കപിലനാഥനും രാജധാനിയിൽ എത്തിയ ശേഷം രാജാവിൻ്റെ ഇഷ്ടപ്രകാരം അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൽ തന്നെ അവർ താമസിച്ചു വന്നിരുന്നു. താരാനാഥൻ പ്രധാന സേനാപതിയാകയാൽ അയാൾക്ക് പ്രത്യേകിച്ച് ഒരു മന്ദിരവും ഉണ്ടായിരുന്നു. ഇങ്ങനെ കുന്തലതയും താരാനാഥനും വെവ്വേറെ മന്ദിരങ്ങളിലാണ് താമസിച്ചിരുന്നതെങ്കിലും രാജാവിൻ്റെ മന്ദിരത്തിൽ വെച്ചോ യുവരാജാവിൻ്റെ മന്ദിരത്തിൽ വെച്ചോ ദിവസേന അവർ തമ്മിൽ കണ്ട് കുറേ നേരം ഒരുമിച്ച് കഴിക്കുക പതിവായി. 4 മാസത്തോളം അങ്ങനെ കഴിഞ്ഞ ശേഷം അവർക്ക് തങ്ങളുടെ സൂക്ഷ്മാവസ്ഥയെ വെളിപ്പെടുത്തണമെന്ന ആഗ്രഹം തോന്നിത്തുടങ്ങി. പക്ഷേ അതിനു മുമ്പ് കാണാത്ത ചില തടസ്സങ്ങൾ ഉണ്ടായിത്തീർന്നു. കുന്തലതയുടെയും താരാനാഥൻ്റെയും സ്ഥിതികൾക്ക് ഇതിനിടയിൽ വളരെ അന്തരം വന്നു. കുന്തലത ഒരു രാജസ്ത്രീയുടെ പദവിയിലായി. താരാനാഥന് എത്ര തന്നെ ബഹുമാനവും വലിപ്പവും ഉണ്ടെങ്കിലും രാജാവിൻ്റെ ഒരു സജീവൻ എന്നല്ലാതെ വരികയില്ല. ആകയാൽ താരാനാഥന് കുന്തലതയുടെ പാണിഗ്രഹണത്തിന് രാജാവോട് അനുജ്ഞയ്ക്കപേക്ഷിക്കുവാൻ ഒട്ടും ഭംഗി പോരാതെയായി. കുന്തലത സ്ത്രീയാകയാൽ തൻ്റെ ആ അഭിലാഷം താൻ തന്നെ ഒരുവനോട് പറയുന്നതും ഉചിതമാവുകയില്ലല്ലോ. എങ്കിലും ആ തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ കുന്തലത വേഗത്തിൽ വഴികണ്ടു. ഒരു ദിവസം താൻ സ്വർണമയിയുമായി സംസാരിക്കുമ്പോൾ വളരെ സാമർഥ്യത്തോടുകൂടി തൻ്റെ വിവാഹസംഗതിയെക്കുറിച്ച് ചോദിക്കുവാൻ സംഗതി വരുത്തുകയും ചോദിച്ചപ്പോൾ വസ്തുതയൊക്കെയും സ്വർണമയിയോട് തുറന്നു പറയുകയും ചെയ്തു. സ്വർണമയിക്ക് ഏറ്റവും സന്തോഷകരമായ ആ വർത്തമാനം ഒട്ടും താമസിയാതെ പ്രതാപചന്ദ്രനോട് അറിയിച്ചപ്പോൾ, എൻ്റെ സോദരിക്ക് ഇതിലധികം യോഗ്യനായ ഒരു ഭർത്താവിനെ കിട്ടുവാൻ പ്രയാസമാണ്. നല്ലത് നല്ലതിനോടല്ലേ ചേരൂ. അവളുടെ ഹിതം സാധിപ്പിക്കുവാൻ ഞാൻ തന്നെ വേണമെങ്കിൽ ഉദ്യോഗിക്കാമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു. സ്വർണമയി: ഇവിടുന്നല്ലാതെ അവരുടെ അഭിലാഷം സാധിപ്പിക്കുവാൻ അത്ര തക്കതായി ആരെയും എനിക്ക് തോന്നുന്നില്ല. അങ്ങയുടെ സഹായം ഇപ്പോൾ അവർക്ക് വളരെ ആവശ്യവുമായിരിക്കും. പ്രതാപചന്ദ്രൻ: താരാനാഥൻ എൻ്റെ സോദരിക്ക് ഏറ്റവും അനുരൂപൻ തന്നെ. സ്വർണമയി: കുന്തലതയുടെ അവസ്ഥ വിചാരിച്ച് നോക്കിയാൽ ജ്യേഷ്ഠനേക്കാൾ വളരെയധികം ആഭിജാത്യവും മഹിമയുമുള്ള ഒരാൾ അവളെ വിവാഹം ചെയ്യേണ്ടതാണെന്ന് ജനങ്ങൾ പറയുമായിരിക്കാം. കുന്തലതയുടെ സ്വയംവരമുണ്ടെന്ന് പ്രസിദ്ധപ്പെടുത്തിയാൽ അവളുടെ പാണിഗ്രഹണത്തെ കാക്ഷിച്ച് വരാത്ത കിരീടപതി രാജാക്കന്മാർ ഉണ്ടെന്നും തോന്നുന്നില്ല. പ്രതാപചന്ദ്രൻ: അച്ഛന് ആ വക മോഹങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ കപിലനാഥൻ്റെ മനോരഥത്തെ തെറ്റി നടക്കുകയുമില്ല. സ്വർണമയി: അച്ഛൻ ജ്യേഷ്ഠന് വേണ്ടി ഒന്നും ഈ കാര്യത്തിൽ പറയുകയില്ല, നിശ്ചയം തന്നെ. രാജാവിന് കുന്തലതയെ ഒരു രാജപത്നിയായി കാണണമെന്ന് തന്നെ ആഗ്രഹമുണ്ടെന്ന് വരികിൽ ഇനി ജ്യേഷ്ഠനെ ഒരു രാജാവാക്കുകയല്ലാതെ ഒരു നിർവാഹവുമില്ല. പ്രതാപചന്ദ്രൻ വിസ്മയത്തോടുകൂടി: അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു. സ്വർണമയി: കുന്തലത ജ്യേഷ്ഠനെ വരിച്ചിരിക്കുന്നു. അത് അവർ വിൽവാദ്രിയുടെ മുകളിൽ നിന്ന് തന്നെ കഴിച്ചിരുന്നു പോൽ. ഇനി അവരുടെ അന്തർഗതം അറിഞ്ഞ് കല്യാണം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ കുന്തലത തന്നെ രാജാവിനോട് പറയുവാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നും അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. പ്രതാപചന്ദ്രൻ അത് കേട്ട ഉടനെ കുന്തലതയെ ചെന്ന് കണ്ട് വിവരമൊക്കെയും ചോദിച്ചറിഞ്ഞു. അധികം താമസിയാതെ തൻ്റെ സോദരിയുടെ മനോരഥം അച്ഛനെയും അറിയിച്ചു. രാജാവ്: ഇത് ഞാൻ ഒട്ടും ഓർത്തില്ല. താമസിയാതെ കുന്തലതയ്ക്ക് സ്വയംവരം നിശ്ചയിക്കണമെന്നായിരുന്നു എൻ്റെ മനോരാജ്യം. അതൊന്നും കൂടാതെ കഴിഞ്ഞു. രാജകന്യകമാർക്ക് രാജകുമാരന്മാരാരെങ്കിലും വേണമെന്ന് തന്നെയായിരിക്കും
അധികം ജനങ്ങളുടെ അഭിപ്രായവും. അത് ബഹുമാനവും സമീപമുള്ള രാജാക്കന്മാരുടെ മൈത്രിയും കാംക്ഷിച്ചാണ്. നമുക്ക് അവരെല്ലാവരുടെയും മൈത്രിയേക്കാൾ ഈ മന്ത്രിപ്രവീരന്മാരുടെ മൈത്രി തന്നെയാണ് അധികം വലുതായിട്ടുള്ളത്. എന്ന് തന്നെയുമല്ല, താരാനാഥനെപ്പോലെ ഇത്ര പൗരുഷവും ഓജസ്സും ബുദ്ധിശക്തിയും മറ്റു ഗുണങ്ങളും തികഞ്ഞിട്ടുള്ള രാജകുമാരന്മാർ വളരെ ദുർലഭവുമാണ്. അതുകൊണ്ട് ഈ ശുഭകർമ്മത്തിന് ഒട്ടും താമസിക്കരുത് എന്ന് പറഞ്ഞ് കുന്തലതയെയും താരാനാഥനെയും ആളെ അയച്ചു വരുത്തി ഏറ്റവും സന്തോഷത്തോടുകൂടി തൻ്റെ അനുജ്ഞയും ആശിസ്സും നൽകി. കപിലനാഥനെയും വിവരമറിയിച്ചു. കപിലനാഥന് ആ സംയോഗം സംഭവിക്കുമെന്ന് തീർച്ചയുണ്ടായിരുന്നുവെങ്കിലും വിവാഹം നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോൾ വളരെ പ്രമോദമുണ്ടായി. കാലതാമസം കൂടാതെ അഘോരനാഥൻ വളരെ ജാഗ്രതയോടുകൂടി രാജാവിൻ്റെ കൽപ്പന പ്രകാരം കുന്തലതയുടെ വിവാഹോത്സവത്തിന് ഒരുക്കുകൾ കൂട്ടിത്തുടങ്ങി. കലിംഗരാജ്യത്തെ പ്രഭുക്കന്മാരും നാടുവാഴികളും പടനായകന്മാരും സ്ഥാനികളുമായ വളരെ ആളുകൾ കല്യാണത്തിന് വേണ്ടുന്ന ഓരോ സംഭാരങ്ങളോടുകൂടി എത്തിത്തുടങ്ങി. കുന്തലതയുടെയും കപിലനാഥൻ്റെയും ആശ്ചര്യമായ ചരിതം കലിംഗരാജ്യത്തിന് സമീപമുള്ള രാജ്യങ്ങളിലും പല ദൂരദേശങ്ങളിലും കൂടി 5-6 മാസം കൊണ്ട് പ്രസിദ്ധമായി തീർന്നിരുന്നു. ആയതുകൊണ്ട് കുന്തലതയുടെ അനുപമമായ ബുദ്ധിവൈശിഷ്ട്യത്തെയും ലാവണ്യാദി ഗുണങ്ങളെയും കേട്ട് ആ കാമിനീരത്നത്തെയും അവളുടെ ഭാഗ്യശാലിയായ ഭർത്താവിനെയും കണ്ട് നയനസാഫല്യം വരുത്തുവാൻ ആഗ്രഹത്തോടുകൂടി പല ദിക്കിൽ നിന്നും അനവധി ജനങ്ങൾ വന്നുകൂടി. ജനബാഹുല്യത്തെ ഭയപ്പെട്ട് രാജധാനിയുടെ പുറത്തു ഭാഗത്ത് തന്നെ ഒരു മൈതാനത്തിൽ അഘോരനാഥൻ 3 വലിയ നെടുമ്പുരകൾ കെട്ടിച്ചിരുന്നു. അവയിൽ നടുവിലുള്ള ഏറ്റവും വലിയ വൃത്താകാരമായ നെടുമ്പുരയിൽ വളരെ ജനങ്ങൾ ഒന്നായിട്ടിരുന്ന് കാണത്തക്ക വിധത്തിൽ ചുറ്റും മഞ്ചങ്ങളും പീഠങ്ങളും വെച്ചുകെട്ടി അത് വളരെ കൗതുകമാകും വണ്ണം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഔന്നത്യം കൊണ്ട് സമീപമുള്ള എല്ലാ മന്ദിരങ്ങളെയും നീചങ്ങളാക്കി തീർത്തിരുന്ന ആ ഉത്തുംഗമായ നെടുമ്പുര വിവിധ വർണ്ണങ്ങളായി പവനോർധൂളിതങ്ങളായിരിക്കുന്ന പതാകാശതങ്ങളെക്കൊണ്ട് ഭൂഷിതയായി നിൽക്കുന്നത് കണ്ടാൽ അതിൻ്റെ അന്തർഭാഗത്തിങ്കൽ സംഭവിക്കാൻ പോകുന്ന ഉദ്വാഹ മഹോത്സവം സ്വർഗലോകത്തിൽ വെച്ച് കഴിയേണ്ടതാണെന്നുറച്ച് അതിനുവേണ്ടി മേൽപ്പട്ട് പറക്കുവാൻ തയ്യാറായി നിൽക്കുകയോ എന്ന് തോന്നും. അങ്ങനെയിരിക്കുന്ന ആ വലിയ നെടുമ്പുരയിൽ വിവാഹത്തിന് നിശ്ചയിച്ച ദിവസം മുഹൂർത്തത്തിന് 4 നാഴിക മുമ്പായിട്ട് മഹാജനങ്ങൾ വാതിലുകളിൽ കൂടി തിക്കിത്തിരക്കി കടന്ന് കടുകിട്ടാൽ ഉതിരുവാൻ പഴുതില്ലാത്ത വിധം നിറഞ്ഞിരുന്നു. നടുവിൽ മഹാരാജാവും കപിലനാഥൻ മുതലായവരും പുരോഹിതന്മാരും മറ്റും വിശിഷ്ടന്മാരായ ബ്രാഹ്മണരും മണിമയങ്ങളായ ആസനങ്ങളിൽ മേൽ വന്നിരുന്നു. അങ്ങനെ ആ സദസ്സ് നിറഞ്ഞ് മുഹൂർത്ത സമയം സമീപിച്ചപ്പോൾ സ്വർണമയമായ ഒരു പല്ലക്കിൽ കുന്തലതയും മറ്റു 2 പല്ലക്കുകളിൽ അഘോരനാഥൻ്റെ പത്നിയും സ്വർണമയി ദേവിയും വന്നിറങ്ങി. കുന്തലതയെ നടുവിലാക്കി 3 പേരും കൂടി നടന്ന് സഭയുടെ ഇടതുഭാഗത്തുള്ള ഒരു മണ്ഡപത്തിന്മീതെ രത്നഖചിതങ്ങളായ ആസനങ്ങളിന്മേൽ ചെന്നിരുന്നു. കുന്തലതയും തോഴിമാരും എത്തിയപ്പോഴേക്ക് വീണാവേണു മൃദംഗാദികളുടെ മഞ്ജുളനാദം കൊണ്ടും മറ്റും അതുവരെ ശബ്ദായമാനമായിരുന്ന ആ സദസ്സ് ഏറ്റവും നിശബ്ദമായി. രാജകുമാരിയുടെ അസീമമായ ഭംഗി കാണികളായ മഹാജനങ്ങളുടെ അക്ഷങ്ങൾക്ക് പീയൂഷമായി ഭവിച്ചു. കുന്തലത ആസനത്തിന്മേൽ വന്നിരുന്ന ഉടനെ ചുറ്റുമിരിക്കുന്ന മഹാജനങ്ങളെ വിസ്മയത്തോടുകൂടി നോക്കിക്കണ്ട് ചില പ്രധാനികളെ അഘോരനാഥൻ്റെ പത്നിയോട് ചോദിച്ചറിയുമ്പോഴേക്ക് ദൂരത്ത് നിന്ന് ചിലർ കുതിരപ്പുറത്ത് കയറി വരുന്ന ശബ്ദം കേൾക്കുമാറായി. എല്ലാവരും സശ്രദ്ധന്മാരായി വരുന്നവരെ കാത്തുകൊണ്ടിരിക്കെ താരാനാഥനും യുവരാജാവും അഘോരനാഥനും എത്തി കുതിരപ്പുറത്ത് നിന്നിറങ്ങി താരാനാഥനെ നടുവിലാക്കിക്കൊണ്ട് സഭയിലേക്ക് കടന്നു. ഏറ്റവും ചേർച്ചയുള്ള കഞ്ചുഘോഷ്ണീശങ്ങൾക്ക് പുറമെ കുന്തളേശനുമായുണ്ടായ യുദ്ധത്തിൽ തൻ്റെ പരാക്രമം കണ്ട് സന്തോഷിക്കുകയാൽ യുവരാജാവിനാൽ രാജസഭയിൽ വെച്ച് സമ്മാനിക്കപ്പെട്ടതായ മരതക വൈഡൂര്യാദികളെ കൊണ്ട് ഖചിതമായി ചന്ദ്രക്കലയുടെ ആകൃതിയിൽ ദീപ്തി കലർന്ന ഒരു മുദ്ര താരാനാഥൻ തൻ്റെ വക്ഷസ്സിൻ്റെ വാമഭാഗത്ത് ധരിച്ചിട്ടുണ്ടായിരുന്നു. മുഖം സ്വതേ രക്തപ്രസാദമുള്ളതാകയാലും അപ്പോൾ കുതിരപ്പുറത്ത് ഓടിച്ചു വന്നതാകയാലും താരാനാഥൻ കാണുന്നവർക്ക് ഏറ്റവും മോഹനീയാകൃതിയായിട്ട് തോന്നി. 3 ആളുകളും കൂടി സഭയിലേക്ക് കടന്നപ്പോൾ വാദ്യഗാനങ്ങളുടെ ഘോഷവും മറ്റും നിന്ന്
സഭ രണ്ടാമതും നിശബ്ദമായി. താരാനാഥൻ മഹാജനങ്ങൾക്ക് തൻ്റെ വന്ദനയെ കാണിപ്പാൻ 2-3 പ്രാവശ്യം തലകുമ്പിട്ട് അഘോരനാഥനും യുവരാജാവും ഒരുമിച്ച് സഭയുടെ വലത് ഭാഗത്ത് അലങ്കരിച്ചു വച്ചിരിക്കുന്ന ആസനങ്ങളിന്മേൽ കുന്തലതയ്ക്ക് അഭിമുഖനായിട്ടിരിക്കുകയും ചെയ്തു. മുഹൂർത്തത്തിന് 2 വിനാഴിക കൂടെ ഉണ്ടായിരുന്നതിനാൽ താരാനാഥനും കുന്തലതയും തങ്ങളുടെ പാണീഗ്രഹണ മഹോത്സവത്തെ കാണുവാൻ വന്നവരായ മഹാജനങ്ങളെ നോക്കി വിസ്മയിച്ചുകൊണ്ടും അവരുടെ നേത്രാവലിയെ തങ്ങളുടെ രൂപമാധുര്യത്താൽ കുളിർപ്പിച്ചുകൊണ്ടുമിരുന്നു. ആ മഹാജനങ്ങളും കുന്തലത താരാനാഥന്മാരുടെ സൗഭാഗ്യത്തെയും അന്യോന്യമുള്ള ചേർച്ചയെയും മറ്റും കുറിച്ച് വളരെ കൊണ്ടാടി സ്തുതിക്കുകയും ചെയ്തു. മുഹൂർത്ത സമയത്ത് പുരോഹിതൻ അഗ്നിസാക്ഷിയായി താരാനാഥനും കുന്തലതയും തമ്മിൽ പാണിഗ്രഹണം ചെയ്യിപ്പിച്ചു. അപ്പോൾ തന്നെ പുറത്തുനിന്ന് പല മംഗളശബ്ദങ്ങളും മുഴങ്ങി. മേഘനിസ്വനം പോലെ അതിഗംഭീരമായി ശംഖധ്വനി എല്ലാറ്റിലും ഉച്ചത്തിൽ കേൾക്കുമാറായി. എല്ലാ ജനങ്ങൾക്കും ആ അവസ്ഥയുടെ ഗൗരവം നല്ലവണ്ണം മനസ്സിൽ തോന്നി. മുമ്പേ തന്നെ ഹൃദയങ്ങൾ തമ്മിൽ ഐക്യം പ്രാപിച്ചിട്ടുള്ള ആ സ്ത്രീ പുരുഷന്മാർക്ക് ഈ ലൗകികമായ പാണീഗ്രഹണം എന്ന മംഗളക്രിയ കൊണ്ട് അല്പം പോലും അധികമായ ഒരു സംബന്ധം ഉണ്ടാവാനില്ല. എങ്കിലും അവർ ആ ലോകമര്യാദയെ അനുസരിച്ച് അന്യോന്യം പാണീഗ്രഹണം ചെയ്തു നിൽക്കുമ്പോൾ അവർ പ്രാപിച്ചിരിക്കുന്ന ആ നിരന്തരമായ സംബന്ധത്തിൻ്റെ ഗൗരവം മുഴുവനും അവർക്ക് അനുഭവമായി. ആ സമയം അന്തരംഗത്തിൽ തിങ്ങി വിങ്ങുന്നതായ പലവിധ വികാരം ഹേതുവായി പുളകിതമായിരിക്കുന്ന ഗാത്രത്തോടും അല്പം ഉന്നമ്രമായിരിക്കുന്ന വദനാരവന്തത്തോടും കൂടി പരസ്പരം പാണീഗ്രഹണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആ ദമ്പതിമാരുടെ തലയിൽ പല പ്രാവശ്യം പുഷ്പവൃഷ്ടി ചെയ്യുകയും ശംഖനാദം പിന്നെയും പിന്നെയും മുഴക്കുകയും കാണികൾ പലവിധ മംഗളവാക്യങ്ങളെ ഘോഷിക്കുകയും ചെയ്തു. പാണീഗ്രഹണം കഴിഞ്ഞ് അഗ്നികുണ്ഡത്തെയും സഭയിൽ അഗ്രാസനാസീനന്മാരായ യോഗ്യന്മാരെയും പ്രദക്ഷിണം ചെയ്ത ശേഷം ആ ജായാവതിമാരായ യുവാക്കളെ മഹാരാജാവും കപിലനാഥനും മറ്റും ആശീർവാദം ചെയ്തു. പിന്നെ പലവിധ വാദ്യഗാനങ്ങളോടും മഹാജനങ്ങൾ ജയശബ്ദം ഘോഷിച്ചുകൊണ്ടും കുന്തലതയും താരാനാഥനും ഒരേ പല്ലക്കിൽ തന്നെ കയറി രാജവീതിയിൽ കൂടി 2 പുറത്തും നിറഞ്ഞു നിൽക്കുന്ന പട്ടണവാസികൾ കാണെ രാജധാനിയിലേക്ക് മടങ്ങിപ്പോകുകയും ചെയ്തു. ഇതോടെ കുന്തലത എന്ന നോവൽ അവസാനിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ നോവൽ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി പുതിയ കഥകളോ മറ്റു പഠനവിശേഷങ്ങളോ മറ്റുമായി വരുന്നതുവരെ നന്ദി.